4ാം ക്ലാസ്സിലെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നാൽ ഇവർ ചോദിക്കുക എന്താ വെച്ചാൽ ഒന്നിച്ച് കിടന്നുറങ്ങിയാൽ എന്താണെന്നാണ്. ഇത്തരത്തിലുള്ള അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കമന്റ്സും ഡിബേറ്റ്സും പറയുന്ന ഇവരോട് തർക്കിക്കാൻ പറ്റില്ല എന്നല്ല. ഇസ്ലാം പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ ഇതിന്റെ പുഴ ഒഴുകുവാണെന്ന്. അപ്പൊ ലഹരിയോട് പ്രശ്നമൊന്നുമില്ല, ഇവിടുന്ന് കഴിക്കുന്നതിന് മാത്രമേ ഉള്ളൂന്നേ. ഇന്നലെ ഇതിൽ വിമർശനം ഉന്നയിച്ചവരും ഇന്നലെ ഇത് ആഭാസതരമാണെന്ന് പറയുന്നതും ഇന്നലെ മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ള വഴിയാണെന്ന് ഒക്കെ പറഞ്ഞവരും ഒക്കെ ഏത് തരത്തിലാണ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെല്ലാവരെയും അങ്ങ് പ്രതിനിധീകരിക്കാത്തതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിച്ച് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഈ ഭൂമിയുമായി ചരിത്രാതീത കാലം മുതൽ ബന്ധമുണ്ട് എന്നൊക്കെ മറ്റു ചിലർ അഭിപ്രായപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ മതിയോ? അത്തരം വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ മതിയോ? നിങ്ങൾ സമ്മതിച്ചു കൊടുക്കോ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് നടപ്പിലാക്കിയ രീതിയെ സംബന്ധിച്ചാണ് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങളിലൊന്ന്. ഇത് ജനാധിപത്യമായ ഒരു മര്യാദയിലല്ല, ഒരു പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി, ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒരു സംഗതി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് ഇന്നുവരെ പരിചയമുള്ള മര്യാദകളുണ്ട്. അതൊക്കെ ലംഘിക്കപ്പെട്ട് കൺസേണുകൾ എടുക്കാതെ, പഠനങ്ങൾ നടത്താതെ, അധ്യാപക സംഘടനകളോട് പോലും കൂടിയാലോചനകൾ നടത്താതെ, PTA കൂടാതെ ഇത് നടപ്പിലാക്കിയ രീതി എന്നത് തീർച്ചയായും ഒരു ജനാധിപത്യ മര്യാദയിൽ പെടുന്നതല്ല. വെറുതെ ചിരിപ്പിക്കരുത്. അതിന് വിഭിന്നമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികൾ കൊണ്ടുവരിക, എന്നിട്ട് അത് നടപ്പിലാക്കും എന്ന് തിട്ടൂരം പറയുക പോലെയുള്ള ഒരു രീതി അത് ജനാധിപത്യ മര്യാദയിൽ പെട്ടതല്ല. പറഞ്ഞു ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ടെന്ന്. എന്തൊക്കെയാണ് അങ്ങും അങ്ങയുടെ സംഘടനയും കാണുന്ന മര്യാദകൾ? ഇപ്പൊ സർക്കാർ ഒരു പുതിയ കലാരൂപം പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു എക്സസൈസ് പഠിപ്പിക്കാൻ, ഒരു ശാരീരിക ക്ഷമതാ പരിശീലനം പഠിപ്പിക്കാൻ, ഒരു പുതിയ കായിക മുറ പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആരോടൊക്കെയാണ് കൂടിയാലോചന നടത്തേണ്ടത്? അതിൽ മതസംഘടനകളും സാമുദായിക താല്പര്യ കക്ഷികളും ഒക്കെ ഉൾക്കൊള്ളണം എന്നുള്ളതാണോ അങ്ങ് പറയുന്ന മര്യാദ? മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. അങ്ങ് പറയുന്നു സർക്കുലർ താഴെ തട്ടിലേക്ക് പോയപ്പോഴാണ് അധ്യാപക സംഘടനകളടക്കം ഇത് അറിഞ്ഞത് എന്നുള്ളത് വെറുതെയാണ്. കാരണം അധ്യാപകർക്കടക്കം പരിശീലനം നൽകിയിട്ടുണ്ട്, അധ്യാപകർക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ അധ്യാപകർക്ക് വിവരങ്ങൾ നൽകുമ്പോൾ അത് അറിയാത്ത അധ്യാപക സംഘടനകളുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളമേ അതിൽ ഈ പറയുന്ന സംഘടനാ ബോധവും സംഘടനാ ശേഷിയും ഉള്ളൂ എന്ന നിലയ്ക്ക് മനസ്സിലാക്കേണ്ടി വരും. ഒരു സംഗതി പരീക്ഷിക്കാൻ പറ്റുന്ന ഇടമാണോ നമ്മുടെ പൊതുവിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമ്മുടെ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു പരീക്ഷണം നടത്താനുള്ള സ്ഥലമാണെന്ന് ഒരിക്കലും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കാഴ്ചപ്പാടുമില്ല. പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാകേണ്ടത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇന്നലെ ഇതിൽ വിമർശനം ഉന്നയിച്ചവരും ഇന്നലെ ഇത് ആഭാസതരമാണെന്ന് പറയുന്നതും ഇന്നലെ മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ള വഴിയാണെന്ന് ഒക്കെ പറഞ്ഞവരും ഒക്കെ ഏത് തരത്തിലാണ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെല്ലാവരെയും അങ്ങ് പ്രതിനിധീകരിക്കാത്തതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിച്ച് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. നിങ്ങളൊരു സ്റ്റുഡന്റ് ഫെഡറേഷൻ ആണ്, ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കതിൽ ഒരു സേ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. പക്ഷെ അപ്പോഴും അത് അങ്ങ് തന്നെ പറയുന്നു, ഈ പറയുന്ന അധ്യാപക സംഘടനകൾ അടക്കം അത് ഉന്നയിച്ചിട്ടില്ല, അറിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവര് വിദ്യാഭ്യാസ വകുപ്പുമായി, ഒരു സംഘടന എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പുമായി ആശയവിനിമയം നടത്താം, അവർക്ക് പണിമുടക്ക് നടത്താം, അവർക്ക് പ്രതിഷേധിക്കാം, അവർക്ക് പ്രതിരോധിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതിനൊന്നും പറ്റില്ല. കാരണം അതൊക്കെ ചെയ്യുകയാണെങ്കിൽ സർക്കാരിന്റെ നടപടി വരും. ഇത് പക്ഷേ സാമുദായിക താല്പര്യം ഉന്നയിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് എങ്കിൽ അതിൽ കൂടി രാഷ്ട്രീയ സമ്മർദ്ദം സാധ്യമാകുമെന്ന് പറയുന്ന മുട്ടായുക്തി പ്രയോഗിക്കലാണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. പിന്നെ നാണക്കെടുത്തി ഈ സൂംബ ഡാൻസ് ചെയ്യാന്നുള്ളത് സൂംബ ഡാൻസ് എന്നാണ് ഇവർ വീഡിയോ കാണുന്ന പോലത്തെ സാംബ ഡാൻസ് അല്ല എന്ന് ആദ്യം പറയട്ടെ. ഇനി ഇതിന്റെ ഒരു കാര്യം 1990s നമുക്ക് അറിയുന്ന പോലെ സൂംബ വരുന്നത്. ഇന്ന് നിലവിൽ ലോകത്ത് 180-ലേറെ രാജ്യങ്ങളിൽ അത് ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെയും സ്പിരിച്വൽ ട്രെയിനിങ്ങിന്റെയും ഇമോഷണൽ ട്രെയിനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് കരിക്കുലത്തിന്റെ കൂടെ ഭാഗമായിട്ടുണ്ട്. ലോകത്ത് 2 രാജ്യങ്ങളിലാണ് സൂംബ കളിക്കാൻ പാടില്ലാത്തത്. അതൊരു ഫാക്റ്റ് ആണ്. ആ ഫാക്റ്റ് ഞാൻ പറയാണ്. അതൊന്ന് ഇറാനിലാണ്, രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാനിലാണ്. കേരളത്തിൽ സ്കൂളുകളിൽ സൂംബ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരോട് വളരെ വിനീത വിധേയരായിട്ട് പറയാൻ ഒരു കാര്യമുള്ളൂ. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, അഫ്ഗാനിസ്ഥാൻ അല്ല, ഇറാൻ അല്ല. ഇതൊരു സെക്യുലർ രാഷ്ട്രമാണ്. ഇവിടെ കുട്ടികളുടെ അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ ആളുകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവിദ്യാലയങ്ങളുള്ളത്. സർക്കാരിന്റെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം മുഴുവൻ ആളുകൾക്കും സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ ഭൂമി ഉരുണ്ടിട്ടാണെന്ന്.
നിങ്ങൾ വിശ്വസിച്ചുള്ളൂ പന്നി എന്നുള്ളത് വിഷ്ണുവിന്റെ അവതാരമാണെന്ന്, നോ പ്രോബ്ലം. പക്ഷേ സ്കൂളിൽ വെച്ചിട്ട് പന്നി ദൈവമാണെന്നും ഭൂമി പരന്നിട്ട് പഠിപ്പിക്കണം എന്നും പറഞ്ഞാൽ അത് നടപ്പില്ല. അവർക്ക് കിട്ടുന്ന അറിവും എക്സ്പീരിയൻസും ഒക്കെ എനിക്കും ഇവിടെ വിസത്തിന്റെ പ്രതിനിധിയായിരിക്കുന്ന ആൾക്കും മാധുവിനും അല്ലെങ്കിൽ നൗഷാദ് അലിക്കും കിട്ടിയതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആണ്. ആ കുട്ടികളുടെ അടുത്ത് ഈ മാതിരി ന്യായവും പറഞ്ഞു പോയാൽ അവർ നിങ്ങളെ പുറങ്കാല് കൊണ്ട് തൊഴിച്ചു വിടും. ഇവർക്ക് എന്താണ് പ്രശ്നം അത് ഇവർ പറയട്ടെ. അധ്യാപക സംഘടനയോട് ആലോചിച്ചിട്ടില്ല എന്നുള്ളത് അധ്യാപക സംഘടനയല്ലേ പറയേണ്ടത്? വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ആളുകളാണോ പറയേണ്ടത്? എന്തൊക്കെ വൃത്തികേടുകളാ വിളിച്ചു പറയുന്നത്? ആണും പെണ്ണും ഒന്നിച്ചു തുള്ളുക, ആണും പെണ്ണും ഒന്നിച്ചു തുള്ളുന്നതല്ലോ. ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും അധ്യാപകരുടെ സാന്നിധ്യത്തിൽ 15 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നതാണ്. ഇവരതിലെന്തിനാണ് ഈ ലൈംഗികത മാത്രം കാണുന്നത്? മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറയുന്നുണ്ടായിരുന്നു. എന്താണ് പ്രശ്നം? പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ പറ്റുന്നതാവണമല്ലോ, ഇൻക്ലൂസീവ് ആവണമല്ലോ. അവിടെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തേണ്ട ഒരു രീതിയിലേക്ക് വിഭാഗത്തെയാണ് ശ്രീ സഫാൻ ബാരമി മാറ്റി നിർത്തിയിരിക്കുന്നത്. അത് വിദ്യാഭ്യാസ വകുപ്പ് മാറ്റി നിർത്തണം എന്ന് പറയുകയല്ലോ. ഇത് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് തന്നെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് ഉന്നയിക്കുന്നത് വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അല്ലേ? സർക്കാർ പറഞ്ഞോ നിങ്ങൾ ഇത് ചെയ്യേണ്ട എന്ന്? ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ഇതിന്റെ കൾച്ചറൽ ഇമ്പാക്ട് എന്താണ് എന്ന പഠനങ്ങൾ നടക്കട്ടെ. അവിടെ ഞങ്ങൾക്ക് പറയാനുള്ള ചില പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് ഉന്നയിച്ചത് ആരൊക്കെയാണ്? ഇതിന്റെ ഈ കൾച്ചറൽ പ്രശ്നം എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട, ഈ ഭൂമിയുമായി ചരിത്രാതീത കാലം മുതൽ ബന്ധമുണ്ട് എന്നൊക്കെ മറ്റു ചിലർ അഭിപ്രായപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ മതിയോ? അത്തരം വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ മതിയോ? നിങ്ങൾ സമ്മതിച്ചു കൊടുക്കോ? അതെ, അവിടെ വീണ്ടും ഇതൊരു മതപരമായ ആംഗിളിലേക്ക് കൊണ്ടുവരാനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഉന്നയിച്ച ആംഗിൾ പിന്നെ എന്താണ്? വിശ്വാസവുമായി ബന്ധമില്ല എന്ന് പറയുന്നു. പക്ഷേ ഉന്നയിക്കുന്നത് മുഴുവനും, വിമർശനം ഉന്നയിക്കുന്നത് മുഴുവൻ സാമുദായിക സംഘടനകളാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് ശരിയാ. ധാർമ്മിക പ്രശ്നമാണ്. ധാർമ്മിക പ്രശ്നം ഉണ്ടാകുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല. ധാർമ്മിക പ്രശ്നമാണ്, അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതിലേക്ക് മാത്രം കുറച്ചു മുമ്പ് ഇത് വിശ്വാസ പ്രശ്നമല്ല എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കൂ. ഒരു മതപരമായ ആംഗിളിലേക്ക് കൊണ്ടുവരാനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. മൈക്ക് വെച്ചിടത്തൊക്കെ കയറി നിന്ന് ഈ തരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറയാൻ കഴിയാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക ആഭാസമാണ്, ധാർമ്മികതയല്ല, അത് പ്രദർശിപ്പിക്കാനുള്ള രീതിയാണ് എന്നൊക്കെ പറയുക. ആ നിലയ്ക്ക് കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും സ്വാധീനിക്കുക എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ധാർമ്മിക പ്രശ്നമുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഭൂമി ഉരുണ്ടിട്ടാണെന്നാണ് സയൻസ്, ഭൂമി പരന്നിട്ടാണെന്നാണ് മതം. അപ്പം ഉരുണ്ടിട്ടാണെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ചർച്ച നടത്തിയിട്ട് ത്രികോണാണെന്ന് പഠിപ്പിക്കാനാണോ? നിങ്ങൾ എന്താണ് പറയുന്നത്? സൂംബ എന്നുള്ളത് നല്ലൊരു റിലാക്സേഷൻ വർക്ക്ഔട്ട് ആണ്, നല്ല കാര്യമാണെന്ന് നൗഷാദ് അലിക്കും ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇവരാണെന്ന് വെച്ചാൽ ഇതിനെതിരെ പറയുന്നതിന്റെ അടിസ്ഥാനം ഒരു സംശയവുമില്ല, സ്ത്രീ വിരുദ്ധതയാണ്, പച്ചയായ സ്ത്രീ വിരുദ്ധതയാണ്. ഇതിന്റെ റൂട്ട് കിടക്കുന്നതിന് ഇപ്പൊ ലോകത്ത് വിശേഷിപ്പിക്കാൻ വരുന്ന പദം താലിബാനിസം എന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ താലിബാൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് എന്നെ സംഖ്യയാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ കേട്ടിട്ട് പേടിക്കുന്ന കുറച്ചു കാലം കഴിയുന്നതാണ്. വെരി ഗുഡ്, മാർവലസ്, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. 4ാം ക്ലാസ്സിലെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നാൽ ഇവർ ചോദിക്കുക എന്താ വെച്ചാൽ ഒന്നിച്ച് കിടന്നുറങ്ങിയാൽ എന്താണെന്നാണ്. ഇത്തരത്തിലുള്ള അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കമന്റ്സും ഡിബേറ്റ്സും പറയുന്ന ഇവരോട് തർക്കിക്കാൻ പറ്റില്ല എന്നല്ല. ഇസ്ലാം പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ ഇതിന്റെ പുഴ ഒഴുകുവാണെന്ന്. അപ്പൊ ലഹരിയോട് പ്രശ്നമൊന്നുമില്ല, ഇവിടുന്ന് കഴിക്കുന്നതിന് മാത്രമേ ഉള്ളൂന്നേ. ഇതിൽ ഞാൻ ഒരിക്കലും കൂടെ കേരളത്തിന്റെ കോൺടസ്റ്റിൽ, പൊളിറ്റിക്കൽ കോൺടസ്റ്റിൽ പറയുന്നു, ഇവർക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു സംഘടന സെക്യുലർ സംഘടനയാണ് എന്ന്, നല്ല കൂട്ടരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ആഴ്ച കൊടുത്ത VD സതീശന് ഇവർ ഇന്ന് ഇങ്ങനെ വന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്വമുണ്ട്, ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം അത് ഏറ്റെടുത്തേ പറ്റുള്ളൂ. നമ്മൾ അതല്ല കോൺഗ്രസിൽ നിന്നും VD സതീശനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, നൗഷാദ് അലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റിന്റെ കൂടെ ബലത്തിലാണ് ഇവർ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് എന്ന് തന്നെ കേരളത്തിലെ രാഷ്ട്രീയം നോക്കുന്ന എനിക്ക് പറയാൻ പറ്റും. മല്ലയാ, ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.
ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. സന്തോഷായി. Mata lumba tena